പാരീസ് എപ്പോഴും ഒരു സ്വപ്നം പോലെ എൻ്റെ മനസ്സിൽ പതിയപ്പെട്ട ഒരു നഗരം. പ്രകാശത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കലാസൗന്ദര്യത്തിൻ്റെയും നഗരം. അവിടെ എത്തുമ്പോൾ ഒരു കഥാപുസ്തകത്തിൽ കാൽവെച്ചതുപോലെയായിരുന്നു ആ അനുഭവം. ഓരോ കോണിലും ചരിത്രത്തിൻ്റെ മിഴിവും ഓരോ വഴിയിലും ആകർഷണത്തിൻ്റെ ചാരുതയും. ഒരു വിൻറ്റേജ് കാർ റൈഡിലൂടെയായിരുന്നു ഞങ്ങളുടെ പാരീസ് അനുഭവങ്ങൾക്ക് തുടക്കമായത്. പാരീസിൻ്റെ മഹത്വം ആഴത്തിൽ ആസ്വദിക്കാനുള്ള അതിവിശേഷമായ തുടക്കം എന്ന് തന്നെ പറയാം. ചെറിയ വഴികളിലും വിശാലമായ തെരുവുകളിലും കാറിങ്ങനെ വളരെ പതിയെ നീങ്ങുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നി. മേൽക്കൂരയില്ലാത്ത തുറന്ന കാറിലൂടെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇളം വെയിലും. തണുപ്പേറ്റ് താടി വിറയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും ആ കാറിലെ യാത്ര വളരെ ആസ്വാദികരമായിരുന്നു. മാത്രമല്ല, പഴയ കാലങ്ങളെ ഓർമ്മിപ്പിച്ചു. കുറച്ചു ദൂരം പിന്നിട്ട് ഫ്രാഗ്നാർഡ് പെർഫ്യൂം മ്യൂസിയത്തിലെത്തി. സുഗന്ധങ്ങളുടെ ലോകത്തേക്ക്. അകത്ത് കയറുമ്പോൾ തന്നെ പൂക്കളുടെയും സ്പൈസസിൻ്റെയും സുഗന്ധം എന്നെ ചുറ്റിപ്പറ്റി. ഓരോ സുഗന്ധങ്ങൾക്ക് പിന്നിലും ഓരോരോ കഥകൾ. സുഗന്ധം ഇവിടെ ഉൽപ്പന്നമല്ല, ഒരു കലയാണ്. പിന്നെ പാലി ഗാർണിയർ, ഓപ്പറ ഹൗസ് ഇൻ പാരീസ്, അതും കണ്ടു. അതിനുശേഷം ചെന്നെത്തിയത് കലാഭാവനയുടെ കുന്നായ മോൺമാർട്ടിലേക്കായിരുന്നു. സാക്രേ കൂർ ബെസിലിക്ക. മോൺമാർട്ടിലെ ഈ വൈറ്റ് ഡൂമുള്ള ബെസിലിക്ക നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ അനുയോജ്യമായ സ്ഥലം. മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ നിറഞ്ഞു നിൽക്കുന്ന പാരീസിൻ്റെ മനം മയക്കുന്ന സൗന്ദര്യം. വിശ്വാസവും കലയും ആകാശവും എല്ലാം ഒരുമിക്കുന്നൊരു വേദി. പിറ്റേ ദിവസം സിറ്റി റൈഡ് ആയിരുന്നു. പഴയകാല ശൈലിയിലുള്ള കെട്ടിടങ്ങളും പ്രശസ്തമായ സ്മാരകങ്ങളും കാലഹരണപ്പെടാത്ത കഫേകളും പഴയ കഥകൾ ചൊല്ലുന്നത് പോലെ. പാരീസിൻ്റെ ആത്മാവ്. ഇവയൊക്കെ തന്നെയും പാരീസിൻ്റെ സമ്പന്നമായ ചരിത്രവും സംസ്കാരവും ഓർമ്മിപ്പിച്ചു. നെപ്പോളിയൻ്റെ സൈനിക വിജയങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ആർക്ക് ഡെ ട്രിയോംഫ്, സെൻ നദി, യൂറോപ്പിലെ തന്നെ ഏറ്റവും സുന്ദരമായ ഗാർഡൻ എന്നറിയപ്പെടുന്ന ജാർഡൻ ഡു ലക്സംബർഗ്, മൊനാലിസ ഉൾപ്പെടെ അനേകം കലാകൃതികളുടെ വാസസ്ഥലമായ ലൂവ്ർ മ്യൂസിയം, ഗോത്തിക് ശൈലിയിലുള്ള നോട്രഡാം കത്തീഡ്രൽ, നെപ്പോളിയൻ്റെ അവസാന റെസ്റ്റിംഗ് പ്ലേസായ നെപ്പോളിയൻസ് ടൂം, ഇവയെല്ലാം തന്നെ അതിഗംഭീരമായ ആർക്കിടെക്ചറായിരുന്നു. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ഇന്ത്യൻ കഫേയിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. പാരീസിലേക്ക് എത്തിച്ചേരുമ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഐഫിൾ ടവർ. ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് പോലെ തോന്നി അവിടെ എത്തിയപ്പോൾ. മരങ്ങളും മേൽക്കൂരകളും ഒക്കെ മറികടന്ന ഒരു നാഗോപുരം വൈകുന്നേരത്തിൻ്റെ ഇളം വെയിലിൽ നല്ല തിളങ്ങി.
അതിനെക്കുറിച്ചുള്ള കഥകളും ചിത്രങ്ങളും നീണ്ട വർഷങ്ങളായി എൻ്റെ മനസ്സിൽ ഒട്ടിച്ചേർന്നിരുന്നു. പക്ഷേ അതിൻ്റെ അടിയിൽ നിന്ന് നേരിട്ട് നോക്കുമ്പോൾ മനസ്സിൽ നിറഞ്ഞത് ഒരു സ്വപ്നത്തിൻ്റെ സുന്ദരമായ ഭാവമായിരുന്നു. ആ കമ്പികൾക്കിടയിലൂടെ ആകാശത്തേക്ക് ഉയരുന്ന അതിൻ്റെ ആകൃതി ഒരു ശില്പം പോലെ അഭിമാനത്തോടെ നിൽക്കുന്നു. അന്നത്തെ ഡിന്നർ സെൻ നദിയിലെ ക്രൂസിലായിരുന്നു. അതിലിരുന്ന് ഐഫിളിന്റെ രാത്രി സൗന്ദര്യം ആസ്വദിക്കാൻ കഴിഞ്ഞു. സന്ധ്യാവേളയിൽ ടവർ ജീവിച്ചു വരുന്നത് പോലെ സ്വർണ്ണപ്രഭയിൽ തിളങ്ങി. ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ പോലെയാണ് പ്രകാശം വിതറിയത്. അതിസുന്ദരമായ ആ കാഴ്ച മനസ്സിൽ ചിരസ്ഥായിയായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. ആ നിമിഷം എൻ്റെ മനസ്സിൽ എന്നും ജീവനോടെ നിലനിൽക്കും. കാരണം അതാണ് പാരീസിൻ്റെ പ്രതീക്ഷയും അത്ഭുതവും. യാത്ര തീരുന്നതിന് തലേ ദിവസം ഞങ്ങൾ പോയത് ഡിസ്നിലാൻഡ് പാരീസ്. ഒരിക്കലും മറക്കാനാകില്ലാത്ത ഒരു ദിവസം. പ്രവേശന കവാടം കടന്നപ്പോൾ ഒരു കഥാപുരത്തിലേക്ക് ചാടിയതുപോലെ തോന്നി. ഞാൻ വീണ്ടും ഒരു കുട്ടിയായി മാറുമായിരുന്നു. ആ അന്തരീക്ഷവും കാർട്ടൂൺ സംഗീതങ്ങളുമൊക്കെ ഒരുപാട് പുറകിലേക്ക് എത്തിച്ചതുപോലെ ഒരു നൊസ്റ്റാൾജിക് ബാല്യത്തിലേക്ക്. കുട്ടികൾ ചിരിച്ചും മുതിർന്നവർ സ്വപ്നം കണ്ടും. ഇവിടെ പ്രായം ഒരു അർത്ഥമില്ലാതാവുകയായിരുന്നു. ഒത്തിരി ഏരിയ ഉണ്ടായിരുന്നേ, പക്ഷേ സമയപരിധി കാരണം കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഓർക്കുമ്പോൾ എല്ലാം ഒരു മായാജാലം പോലെ. സന്തോഷം എന്നത് കാലാതീതമാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ.
എൻ്റെ ജീവിതത്തിലെ അത്യന്തം മനോഹരമായ ഒരു അനുഭവമായിരുന്നു. അത് വെറുമൊരു യാത്രയല്ലായിരുന്നു, അത്ഭുതഭരിത നിമിഷങ്ങൾ ചേർത്തുണ്ടാക്കിയ ഒരു ജീവിച്ചിരിക്കുന്ന ഓർമ്മ.